അങ്ങനെ ഒരു 4 മാസത്തെ വെക്കേഷന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് വിഷ്ണുവിന്റെ വീട്ടിലെത്തി. രാവിലെ തന്നെ നൈഗുമായിട്ട് ഞാൻ മുറ്റത്തേക്കാണ് ഇറങ്ങിയത്. കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാന്ന് കരുതി. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിന്റെ ഇടയിലാണ് എന്റെ കണ്ണിൽ ഇത് പെട്ടത്. മനസ്സിലായോ എന്താണിത്? ഇത് സംഭവം കശുവണ്ടി മുളയ്ക്കുമ്പോ ഉണ്ടാവുന്നതാണ്. തറയിൽ വീണ് കിടന്നപ്പോ മുളച്ചതാണ്. ഇത് കഴിച്ചിട്ടുള്ള ഒരു കമന്റ് ചെയ്യാവോ? മുറ്റത്ത് മണ്ണിട്ടത് കാരണം പഴയ ചെടിയൊക്കെ പോയി. പുതിയതായിട്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ കിളിർത്ത് വരുന്നതേ ഉള്ളൂ. ഞാനിങ്ങോട്ട് കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് ഇവിടെ ഫ്രണ്ട് ഫുള്ളും പാടവും ചെറിയൊരു ആമ്പൽക്കുളവും ഒക്കെ വീടിന് ചേർന്നുണ്ടായിരുന്നു. നൈഗുദാ വലിഞ്ഞു കയറാനുള്ള പുതിയ സ്ഥലങ്ങളൊക്കെ തപ്പി നടക്കുകയാണ്. ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ ബീഫായിരുന്നേ. ഫുഡൊക്കെ കഴിച്ച ശേഷം ഞാനും അമ്മയും ഉണ്ണിമോളും നൈഗും കൂടി അച്ചാച്ചനെയും അമ്മാമ്മയും കാണാനായിട്ട് പോവാണ്. നൈഗുവിനൊരു കുഴപ്പമുണ്ട്, നമുക്ക് എടുത്ത ഒരു സ്ഥലത്ത് വെറുതെ നിൽക്കാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നടന്ന് അനങ്ങി അങ്ങനെയൊക്കെ നിൽക്കണം. അത് കാരണം അമ്മ എടുത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. നൈഗു കുറച്ചു നാളായി എല്ലാരെയും കണ്ടിട്ട്. അപ്പൊ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, മിണ്ടാനും ഇണങ്ങാനും ഒക്കെ. പിന്നെ വീട് മാറിയത് കാരണം ഇന്നലെ ഉറക്കം ശരിയായിട്ടില്ല കുട്ടിയുടെ. അത് കാരണം ഇന്നത്തെ ദിവസം ഫുള്ള് അവനൊരു ക്ഷീണമായിരുന്നു. ഞങ്ങൾ ചെല്ലുന്നത് നോക്കി അച്ഛനും അമ്മാമ്മ ഇരിപ്പുണ്ടായിരുന്നേ. ആക്ച്വലി അത് ഞങ്ങളെ കാണാനല്ല, നൈഗുവിനെ കാണാനുള്ള ഇരിപ്പായിരുന്നു. അതല്ലെങ്കിലും അങ്ങനെയല്ലേ, വീട്ടിലൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ പിന്നെ അങ്ങോട്ടാവും. വീഡിയോ കോളിലൂടെ കാണുന്നുണ്ട്, എന്നാലും നേരിട്ട് കണ്ടിട്ട് കുറച്ചധികം നാളായി. അങ്ങനെ കുറച്ച് സമയം അവിടെ അച്ഛൻ്റെ അമ്മമ്മൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചിറങ്ങി. അങ്ങനെ ഓട്ടോയിൽ കുറച്ച് ദൂരം എത്തിയപ്പോൾ നൈഗുവിൻ്റെ കാല് പുറത്തു പോവണ്ടെന്ന് വിചാരിച്ച് സൈഡിൽ ഇരുന്ന കാല് ഞാൻ അകത്തോട്ട് എടുത്ത് വെച്ചു. ഞാൻ ചെയ്ത ആ ആക്ഷൻ ഉണ്ടായ റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു എന്ന് അപ്പം തോന്നി. എടപ്പാളിന്ന് നൈഗുവിനൊരു ഷൂസും മേടിച്ചതോടെ ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നു.